ചാക്കോയുടെ ചോദ്യം ചെയ്യൽ ഇന്നുണ്ടാവില്ല. മൊഴി വിശദമായി പരിശോധിച്ച ശേഷം വീണ്ടും വിളിപ്പിക്കും. ഷൈന്റെയും വിൻസിയുടെയും മൊഴിയെടുക്കാൻ സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര പരാതി പരിഹാര സെൽ. നടപടി ആലോചിക്കാൻ ഫിലിം ചേംബർ യോഗവും ഇന്ന്. സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്ന നിരവധി പേരുണ്ടെന്ന് ഭാഗ്യലക്ഷ്മി ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന് ഇന്ന് തുടക്കം. കാസർഗോഡ് കാലിക്കടവ് മുതൽ തിരുവനന്തപുരം വരെ തുടർ പരിപാടികൾ. ആഘോഷങ്ങൾക്കെതിരെ പ്രതിപക്ഷം ക്ഷാമകാലത്തെ സർക്കാരിന്റെ ധൂർത്തെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂസ് 18നോട്. BJP സംഘടിപ്പിക്കുന്ന വികസിത കേരളം കൺവെൻഷനുകൾക്ക് ഇന്ന് തുടക്കം. മെയ് 10 വരെ 30 സംഘടനാ ജില്ലകളിലും പരിപാടികൾ. രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യ വിപുല ക്യാമ്പയിൻ. കർണാടക മുൻ DGP ഓം പ്രകാശിന്റെ കൊലപാതകം കുടുംബ വഴക്കിനെ തുടർന്നെന്ന് സൂചന. കൊന്നത് ഭാര്യ പല്ലവി തന്നെയെന്ന് ഉറപ്പിച്ച പോലീസ്. തർക്കം സാമ്പത്തിക കാര്യങ്ങളിൽ. മക്കളെയും ചോദ്യം ചെയ്യും. തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലപാതക കേസിൽ ശിക്ഷാവിധി ഇന്ന്. നാഗർകോവിൽ സ്വദേശി രാജേന്ദ്രൻ കുറ്റക്കാരൻ. 4.5 പവൻ സ്വർണം കവരാൻ അരും കൊല നടത്തിയത് 3 വർഷം മുൻപ്. ന്യൂസ് 18 ഇംപാക്ട്. ഇഗ്നോ MBA പരീക്ഷയ്ക്ക് ഇല്ലാത്ത പരീക്ഷാ സെന്റർ അനുവദിച്ച വിദ്യാർത്ഥികളുടെ ആശങ്ക അകന്നു. പരീക്ഷ മുടങ്ങില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിന് പകരം പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചു. ജയിലിൽ ഇല്ലാത്ത പരീക്ഷാ കേന്ദ്ര ഹാൾ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയത് സാങ്കേതിക പിഴവ് മൂലമെന്ന് ഇഗ്നോ. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ന് ഇന്ത്യയിൽ. വാൻസിന് പ്രധാനമന്ത്രി അത്താഴ വിരുന്നൊരുക്കും. സന്ദർശനം പകരച്ചുങ്കത്തിൽ ഇന്ത്യ അമേരിക്ക ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ F1 വിസ റദ്ദാക്കുന്നതിനെതിരെ ഇന്ത്യൻ ചൈനീസ് വിദ്യാർത്ഥികൾ അമേരിക്കയിൽ നിയമ പോരാട്ടത്തിന്. മുനമ്പം പ്രശ്ന പരിഹാരത്തിന് തടസ്സം. പ്രതിപക്ഷം സുപ്രീം കോടതിയെ സമീപിച്ചതെന്ന് രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്ര നിലപാടിൽ മുനമ്പത്തുകാർക്ക് പ്രതീക്ഷ. LDFും UDFും ജനങ്ങളോട് മറുപടി പറയണം. കേരളത്തിലെ ക്രൈസ്തവർക്ക് BJPയിൽ പൂർണ്ണ വിശ്വാസമാണെന്നും BJP അധ്യക്ഷൻ ന്യൂസ് 18 അഭിമുഖത്തിൽ.